കായപ്പൊടി ഞാൻ ഈ കുഞ്ഞു ടിന്നാട്ടോ മേടിക്കുക. പിശുക്കായതുകൊണ്ടാണ് ഈ കുഞ്ഞു ടിന്ന് മേടിച്ചിട്ട് അത് തീരുമ്പോൾ അടുത്തത് മേടിക്കും. ഒരെണ്ണത്തിൽ കുറച്ച് ബാക്കിയുണ്ട്, അതാണ് അത് ഒഴിവാക്കാണ്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം പൊട്ടിച്ചിട്ടില്ല, പുതിയതാണ്. ഇനി നമുക്ക് ഈ ടിന്നുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പൊ അത് ഞാൻ നല്ല സ്പീഡിലിട്ടാണ് കാണിക്കുന്നത്, കാരണം നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്താ പറയുക, ഈ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ നനച്ച് കഴുകണമൊന്നുമില്ല. നനച്ച് എന്താ പറയുക, നമ്മൾ ലിക്വിഡൊക്കെ ഇട്ട് ഉരച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കി അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇതിന്റെ പുറത്തുള്ള ഭാഗം ഞാൻ വെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത്. ചിലതിൻ്റെയൊക്കെ അകത്ത് ഇപ്പോൾ കാലിട്ടീനൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ, അപ്പൊ അതിന്റെ ആ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് ക്ലീൻ ആക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മാത്രമുള്ള ക്ഷമയൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം സ്പീഡിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടുള്ള ക്ലീനിങ് മാത്രമേ